മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തറാബിയൊക്കെ കഴിഞ്ഞ് വന്നിതാ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒന്ന് ദോശ ചുട്ടത് ഇട്ടോ അതിലേക്കുള്ള എന്നും ഇറച്ചിയും മീനും ഒക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് ഇന്ന് ഇടയ്ക്കൊരു ദോശയും ചമ്മന്തിയൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ വിചാരിച്ച് മക്കളെ. സൗണ്ട് ഉണ്ടാക്കലും മനയില്ലാസോ. വേറെന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും സമ്മാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു സഫലമാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. ഇത് പൊട്ടിത്തെറിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു നുള്ള് കരിവേപ്പിൻ്റെ കൂടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആട്ടി കൊണ്ടുവന്ന് ഈ ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചമ്മന്തി ദോശ റെഡി കേട്ടോ. ബിരിയാണിയാണ് ഇത്. മോളവിടെ നിന്ന് വെച്ചിട്ട് കൊണ്ടുവന്നാണ്. നമ്മളിതാ ഉണ്ടാക്കിയത് ദോശ. കഴിച്ചോളിന്ന് അത് ബിരിയാൻ വേണ്ട, ഇത് ഉള്ളെടുത്തോളി. എന്താ ചമ്മന്തിയും ദോശ കേട്ടോ. പിന്നെ നമ്മൾ നിൽക്കണ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ മുളക് അരട്ടി വെച്ച ഈ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം കിടന്ന് വേവട്ടെ. അത്താഴത്തിനേക്ക് ചോറ്റിന് പൊരിക്കുകയാണ് കേട്ടോ. അത്താഴത്തിനുള്ള ഇറച്ചികളാണിത്. കുറച്ചേ ഉള്ളൂ പൊരിക്കുന്നത്, കാരണം അത് മതി. അവർക്ക് രണ്ടാക്കും കൊടുക്കാനാണ്. അതിലടുപ്പത്ത് കോഴിമുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാപ്പിള ഒന്നും കഴിക്കില്ല, 2 കോഴിമുട്ടയും കഴിച്ച് കിടക്കുകയുള്ളൂ. ചിലപ്പോൾ കാരത്തിൽ നിന്ന് കിടക്കൂ, ചിലപ്പോൾ കോഴിമുട്ട തന്നു. ഇത് വേവട്ടെ. നമുക്ക് ഇതിലേക്കില്ലേ അധികം ഇടാൻ പറ്റില്ല. ലേശം മുളകും പൊടി ഇട്ടിട്ട് വറുത്ത് കൊടുക്കുക. എന്നിട്ട് ലേശം ഉപ്പും പൊടി ഇട്ട് കൊടുക്കുക. അത് എന്തിനാണെന്നറിയാം, അത് പിള്ളേർക്ക് തോറ്റ് കൂട്ടി കുഴച്ച് തിന്നാനാട്ടോ. ഇങ്ങനെ തന്നെ ഇതിൻ്റെ കായം കൂട്ടി കുഴച്ച് തിന്നത്. എന്നിട്ട് ഞാൻ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല. ഉണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതെടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. വെറുതെ കളയണ്ടല്ലോ, എനിക്ക് കൂട്ടാലോ വിചാരിച്ചു. ഇറച്ചിക്കറീൻ്റെ ബാക്കിയുണ്ട്, അതും ചൂടാക്കി. അപ്പം വേണ്ടിയത് കൂട്ടിക്കോട്ടെ. ഇതട്ടാ ശരിയായിട്ടുണ്ട്. പിന്നെ ഉപ്പുണ്ട്, പുളിയുണ്ട്. ഓക്കെ, ഇതട്ടാ നമ്മൾ കൊണ്ട് ഇതാണ്ടാവും മുളകിൻ്റെ പൊരിച്ച ഇറച്ചിൻ്റെ മുളകിൻ്റെ പരത്തിങ്ങാണ്ട് തിന്നാണ് ഏറ്റവും. അങ്ങനെ കഴിക്കുക. എന്തായി വെച്ചിട്ടിരിക്കണേ? 10 തിന്നൂട്. 10 താത്താച്ചോറിന് എണീച്ചാണ്. എല്ലാവരും ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ്. എൻ്റെ ചോറ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറി വയ്ക്കണം, പരിപ്പ് കറി വയ്ക്കട്ടെ. എനിക്കൊന്നും പരിപ്പ് കറി വേണ്ടടാ കേട്ടോ. ഞാൻ പരിപ്പ് കറിയാണ് വെച്ചത്. എൻ്റെ കറിയും ചോറുമാണിത്. ശരി, ഇതുവരെ പിടിച്ചില്ലേനു. ഇതട്ടാ എൻ്റെ ചോറാണിത്. നമ്മളെ പാത്തുവിൻ്റെതാണിത്. നേരത്തെ പിടിച്ചില്ല ഞാൻ. അതിൽ സൗണ്ട് ഉണ്ടാക്കി തിന്നോ? അതൊക്കെ തിന്നണോ? കോഴിമുട്ട തിന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.